അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും റിസ്വാന വക്കീലിനെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതായിരുന്നു ഷാനുവിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ആ പിതാവിനോട് പറഞ്ഞപ്പോൾ തന്നെ ആ പിതാവിന് വളരെയധികം വിഷമമായിരുന്നു ആയത്. അതെ, തൻ്റെ മകൾക്ക് ആദ്യമായി വന്ന ആ ഒരു വിവാഹാലോചന മുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്തെന്നറിയില്ല. അതെ, തൻ്റെ മകൾക്ക് ആദ്യത്തേത് അവളെ കാണാൻ വന്നു, എന്നിട്ടതില്ലാതാവുകയും ചെയ്തപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? നമ്മുടെ മകൾക്ക് വീണ്ടും പ്രപ്പോസൽസ് വന്നതല്ലേ, പിന്നെ നിങ്ങളിതിന് എത്രമാത്രം ടെൻഷനാവുന്നത്? ഏയ്, നമ്മുടെ മകള് ഒരാളുടെ മുമ്പിലേക്ക് ചായയുമായൊക്കെ പോയിട്ട് അവൾ പോലും ഇതിന് താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ നമ്മോട് വിളിച്ച് പറയലും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഞാനും വിചാരിച്ചു നമ്മുടെ മകൾക്ക് നല്ലൊരു ജീവിതമല്ലേ എന്ന് കരുതിയിട്ട് അതിന് കൂട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് വല്ലാതെ വേദനിക്കുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കില്ലേ? നമ്മുടെ മോൾക്ക് അല്ലെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അവൾ നമ്മളുടെ ഇഷ്ടത്തിൽ നിന്ന് തന്നതല്ലേ. അവൾ പറഞ്ഞല്ലോ എനിക്ക് മജിസ്ട്രേറ്റ് എക്സാം എഴുതണം, ജഡ്ജി ആവുമെന്നൊക്കെ അവൾ പറഞ്ഞതല്ലേ. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ. അതുകൊണ്ട് മോൾക്കൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വിഷമിക്കല്ലേ. എന്നാലും എൻ്റെ മോളോടത് പറയുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അവൾക്ക് ഏറ്റവും സന്തോഷം തന്നെയായിരിക്കും അത്. നിങ്ങൾ നോക്കിക്കോളി കേട്ടോ. പിന്നെ വീണ്ടും പ്രപ്പോസൽസ് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ദീനീയായ ആളുമാണ്, അതുപോലെ ഭൗതികമായിട്ട് അതുമുണ്ട്, സാമ്പത്തികമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരാൾ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ പിന്നെ വീണ്ടും അവൾ വന്നന്ന് ഒരു ആലോചന വന്നിരുന്നല്ലോ. നിങ്ങൾ ഇത്രമാത്രം ടെൻഷനാകുന്നത്? നമ്മുടെ മോൾക്ക് എന്താ കുഴപ്പമുള്ളത്? അവൾക്ക് ആവശ്യത്തിലേറെ അള്ളാഹു സൗന്ദര്യം നൽകിയിട്ടുണ്ട്. പഠനം, ബുദ്ധിശക്തി, വിവേകം എല്ലാം നൽകിയ ഒരു പെൺകുട്ടിയാണ്. നമ്മളുടെ മോൾ എന്തേ തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുമാത്രമല്ല, മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൾക്ക് നല്ല ചിട്ടയും കാര്യങ്ങളും. ഒരു ദിവസം പോലും നമ്മുടെ മോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. ഖത്തം ഓതാതെ നിന്നിട്ടുണ്ടോ? എപ്പോഴും ഖുർആന്. അത് സമയം കിട്ടുമ്പോഴെല്ലാം അവൾ വേറെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നതിന് പകരം അതായിരുന്നു വായിക്കുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോളുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഹയറായ ഒരു ആലോചന തന്നെ അവൾക്ക് വരും. നിങ്ങൾ നോക്കിക്കോളി കേട്ടോ. എന്നാലും അതിപ്പോൾ മോളോട് പറയുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കി. അങ്ങനെ ആ ഒരു വിവാഹം മുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ടെൻഷൻ കൊണ്ട് ഫോൺ കട്ടാക്കി. എന്നാൽ വീണ്ടും കോള് വരുന്നു. അതിനെക്കുറിച്ച് പറയാൻ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? എടുത്തു നോക്കി നിങ്ങൾ, കുഴപ്പമൊന്നുമില്ലതാ. ഹലോ. ഉപ്പ, ഇത് ഞാനായിരുന്നു മകളെ പെണ്ണ് കാണാൻ വന്നിരുന്നത്. അതുകൊണ്ട് ഈ ഒരു വിവാഹം വേണ്ടെന്ന് വെക്കാൻ കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ആ ഉപ്പക്ക് ദേഷ്യമാണ് വന്നത്. നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? പഠിക്കുന്നൊരു കുട്ടിയെ, അല്ലെങ്കിൽ ഇനിയും പഠിക്കാനുള്ള ആഗ്രഹമുള്ള കുട്ടിയെ കല്യാണം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തേടി തിരിഞ്ഞ് എന്നെ വിളിച്ച്, എന്നിട്ട് പിന്നെ അവൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവൾ പോയി കണ്ട് അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ എല്ലാം ഓക്കെ ആയിപ്പോൾ നിങ്ങൾ എന്താ പെട്ടെന്ന് പറയുന്നത് വേണ്ടെന്നോ? ഇതൊക്കെ പെൺകുട്ടികൾക്ക് അത്ര മടുപ്പ് വരൂലേ? അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞ് ഒഴിവാക്കല് നല്ലത്. അല്ലാതെ ഇത് കാണാൻ വരലും എൻഗേജ്മെൻറ്റിനുള്ള തിരക്കും എല്ലാം കൂടി ആയിട്ട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? ഇങ്ങനെ പെൺകുട്ടികളെയും മാതാപിതാക്കളെയും മോഹിപ്പിക്കരുത് കേട്ടോ. ആ പിതാവ് കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ശരി, ഇനി എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. അത് ഉപ്പ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, മതി. ഇനി എൻ്റെ മോളെ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. എൻ്റെ കുട്ടിയെ ഒരുങ്ങിക്കെട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചായയുമായി വന്ന് അത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഉപ്പ ഫോൺ കട്ടാക്കി പുറത്തെ ബാൽക്കണിയിലേക്ക് ചെന്നു. എന്നാൽ തൻ്റെ പൊന്നുമോൾ തൻ്റെ പിറകിലുണ്ടായിരുന്നു. ഉപ്പ, എന്തെൻ്റെ ഉപ്പ വിഷമിക്കണേ? ആരെ വിളിച്ചത്? മോളെ, അതൊക്കെയുണ്ട്, എൻ്റെ മോൾക്ക് സങ്കടമാവും എന്ന് കരുതിയിട്ട് ഞാൻ പറയണില്ല. ഇല്ലപ്പാ, എനിക്കെന്ത് സങ്കടം? മോൾക്ക് ആദ്യം വന്ന പ്രപ്പോസൽ അത്
മുടങ്ങിയിട്ടുണ്ട്, അതവർ വേണ്ടെന്ന് പറയുകയാണ്. ഉപ്പ, അതിനെന്താ ഉപ്പ? എൻ്റെ ഉപ്പ ഇത്രമാത്രം ടെൻഷനാന്ന്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളിപ്പാ. അൽഹംദുലില്ലാ എന്ന് പറയും. അതെന്താ മോളെ? അതെ ഉപ്പ, നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. അതിലൊരു നന്മയുണ്ടായിരിക്കും. അതുകൊണ്ട് അള്ളാഹു തട്ടിത്തെറിപ്പിച്ചു. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അകറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഗുണമുണ്ടായിരിക്കും. അൽഹംദുലില്ലാ എന്ന് പറയും എൻ്റെ ഉപ്പ. മോളെ, അൽഹംദുലില്ലാ. എന്നാലും എൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ കുട്ടി ഉപ്പ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എൻ്റെ ഉപ്പ. ഒരു കാര്യം കൊണ്ടും അത് റിസ്വാൻ വക്കീൽ ഉപ്പയെ ആശ്വസിപ്പിച്ചു. തൻ്റെ മകളുടെ ആ ഒരു തലോടൽ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് തോന്നി ആ പിതാവിന്. എന്നാലും തൻ്റെ പൊന്നുമോൾക്ക് ആദ്യമായിട്ടൊരു വിവാഹാലോചന വന്നിട്ട് അത് അവർ തന്നെ അങ്ങ് പെട്ടെന്ന് ഇല്ലാതാക്കാന്നൊക്കെ പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത് എന്നിവർ തോന്നിപ്പോവുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും ചതി അറിയുന്നില്ലല്ലോ ആ പിതാവ്. പക്ഷേ ചതി അത് എങ്ങനെയെങ്കിലും ആ ഉപ്പയെയോ മകളെയോ അറിയിക്കണമെന്നതായിരുന്നു ഷാനുവിൻ്റെയും ചിന്ത. പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. ഉപ്പ ഇതാ. വേണ്ട മോളെ, അതവിടെ ഓഫാക്കി വെച്ചേക്ക്, വേണ്ട. എന്നാൽ നിസ്സഹായതയോടെ അവൾ ഉപ്പയെ നോക്കി. ഉപ്പ, മോളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉപ്പ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഫോൺ എടുക്കുവാനും ഒന്നിനും പോയില്ല. എന്നാൽ ഈ സമയം ഷാനു അത് ഉമ്മയോട് പറഞ്ഞ് കരയണമെന്ന് തോന്നുകയാണ്. പഠിച്ചോനെ, ചതിയിൽ അവർ വേറെ വല്ലതും വിചാരിക്കും, എന്നെ തെറ്റിദ്ധരിക്കും. ഒരിക്കലും ഞാനല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ എല്ലാം മാപ്പ് പറഞ്ഞേനെ. പക്ഷേ ഇതിപ്പോൾ അവനല്ലേ ആ കാരണക്കാരൻ. റബ്ബേ. എന്നാൽ ഈ സമയം അതാ വീണ്ടും ഷാനുവിനെ വിളിക്കുകയാണ് ജസീർ. ഹലോ, എന്തായി? ക്യാഷ് തെറ്റായോ അതോ പെണ്ണ് തെറ്റായോ? അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ സത്യം പറഞ്ഞാൽ അവനക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അത് റിസ്വാൻ വക്കീൽ എടുക്കുകയാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ആ ഒരു ഷെൽഫ് തുറന്ന് അലമാരയിലെ ക്യാഷുകൾ അവൻ എണ്ണിയെടുക്കുന്നു. ഹലോ, എന്തൊന്നും മിണ്ടാത്തില്ലാത്ത? 10 ലക്ഷത്തിൽ 5 പൈസ കുറയരുത്, ഓക്കെ? എന്നാണ് നീ എനിക്ക് തരുന്നത്, ആ ദിവസം ഞാൻ പണം തിരിച്ചു തരും. അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ദിവസം തോറും പലിശ കൂടിക്കൊണ്ടേയിരിക്കും, മനസ്സിലായല്ലോ? ഒരു ദിവസം ലേറ്റായാൽ അത്രയും 1000 കൂടും, ഓക്കെ? 1000 കൂടി ലക്ഷങ്ങൾ കൂടി കോടിയാകും. പിന്നെന്താവും? നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. എന്താ അതിനൊക്കെ നിൽക്കണോ? അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ റിസ്വാൻ വക്കീലിനെ സെറ്റാക്കി താടാ. അങ്ങനെയാണെങ്കിൽ 5 പൈസ വേണ്ട, മനസ്സിലായല്ലോ? ശരിക്കും ജസീറിൻ്റെ വാക്കുകൾ കേട്ടവൻ ഇല്ല, എന്നെ രക്ഷിച്ചവളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ 10 ലക്ഷം അതിൽ നിന്ന് എണ്ണിയെടുത്തുകൊണ്ട് ബാഗിൽ ആക്കി. മോനെ, ഉമ്മ വിളിക്കുന്നു. എങ്ങോട്ടാ എൻ്റെ കുട്ടി ഇപ്പോൾ? ഉമ്മ, എനിക്കൊരാൾ കാണാണ്ട്. മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്തിനാപ്പോ ആ ബാഗും സഞ്ചിയൊക്കെ ആയിട്ട് പോകുന്നത്? അതിലെന്താ മോനെ? ഉമ്മ, അതിൽ കുറച്ച് ക്യാഷാണ്. ക്യാഷോ? അതെന്തിനാ മോനെ? അത് റിസ്വാൻ വക്കീലിൻ്റെ അല്ലേ? അത് ഉമ്മ എന്നോട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. മോനെ, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾക്ക് ഇത്രയും നല്ല സൗകര്യമുള്ള വീടും കാര്യങ്ങളും എല്ലാം തന്നിട്ടും നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഉമ്മ, എനിക്ക് പോയേ തീരൂ, പോകണം. അതമ്മ, നമ്മളെ കടങ്ങളൊക്കെ വീട്ടല്ലേ മോനെ? അല്ല, അവരുടെ പൈസ കൊണ്ടാണോ മോനെ വീട്ടുന്നത്? ഉമ്മ, അല്ലാതെ വഴിയില്ലല്ലോ. പഠിച്ചോനെ, അല്ല. അങ്ങനെ അതാ അവൻ കണ്ണീരോട് ആ ക്യാഷ് എടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷായിരിക്കും, അവരുടെ ബിസിനസ്സിൻ്റെ ലാഭമായിരിക്കും. എന്തൊക്കെ തന്നെയായാലും അത് വെറുതെ കൊടുക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. പക്ഷേ ഞാൻ അവനോട് വാങ്ങിയത് 6 ലക്ഷമാണ്. 10 ലക്ഷം ഒരിക്കൽ പോലും അത് പലിശയായിട്ടാണ് അവൻ കണക്ക് കൂട്ടിയത്. എന്നാൽ അതിൽ നിന്ന് 4 ലക്ഷം എടുത്ത് അവൻ നേരെ ഷെൽഫിലേക്ക് തന്നെ വെച്ചു. അതെ, 6 ഞാൻ വാങ്ങിയത്. അധികം ദിവസങ്ങളായിട്ടില്ല, 1 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും 4 ലക്ഷം എക്സ്ട്രാ പലിശ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 6 ലക്ഷം മാത്രം എടുത്തു. നേരെ അതാ ജസീറിൻ്റെ അരികിലേക്ക് വീണ്ടും ജസീർ വിളിക്കുന്നു. എവിടെ എവിടെ എവിടെ? നീ വന്നില്ല, ക്യാഷ് തന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് വേഗം
എനിക്ക് പെട്ടെന്ന് കിട്ടണം, പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിനക്കെതിരെ കേസ് കാര്യങ്ങൾ, കാലാകാലം ജയിലിൽ, നിൻ്റെ ഉമ്മ ഒറ്റയ്ക്ക്, അങ്ങനെ പല പല രീതിയിൽ നരകിക്കേണ്ട അവസ്ഥയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞാൻ വരാം. ഓഹോ, അപ്പോൾ ക്യാഷ് കിട്ടിയോ? അല്ല, ഞാൻ വരാം. എവിടേക്ക് വരേണ്ടത്? അതാ ജംഗ്ഷനിലേക്ക് വാ. അങ്ങനെ അതാ ജസീർ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൻ എത്തുന്നു. കയ്യിൽ ബാഗുമുണ്ട്. എന്താടാ, എവിടുന്ന ഒപ്പിച്ചത്? എവിടുന്ന മോഷ്ടിച്ചത്? ഇതാ, ഞാൻ നിന്നോട് കടം വാങ്ങിയ ക്യാഷ്. ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷൻ ബുദ്ധിമുട്ട് കൊണ്ട് വാങ്ങിയതാണ്. അല്ലാതെ ഒരിക്കൽ പോലും എനിക്കറിയാം, ഞാൻ നിനക്ക് ഇതിനു മുമ്പും ഒരുപാട് ക്യാഷ് കടം തന്നിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് അത്യാവശ്യമായി കിട്ടണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അതാ എടുക്ക് ക്യാഷ്. അങ്ങനെ അതാ അവൻ ബാഗ് തുറന്ന് ആ ഒരു 6 ലക്ഷം രൂപ അവൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം അത് നോക്കിക്കൊണ്ട്, ഇത് 10 ലക്ഷം ഇല്ലല്ലോ മോനെ, ബാക്കി 4 എവിടെ? അല്ലടാ, സത്യം പറഞ്ഞു, നീ ഇത് എവിടുന്ന് മോഷ്ടിച്ചു? നീ ഇത് എവിടുന്നാണ് മോഷ്ടിച്ചത്? സത്യം പറയണം. മോഷ്ടിക്കാൻ നിനക്കിതൊരിക്കലും തരാൻ കഴിയില്ല. നീ മോഷ്ടിച്ചത് തന്നെയാണ്. പറയടാ, പറയില്ല നീയേ? എന്നാൽ ക്യാഷ് കൊടുത്തപ്പോൾ ജസീറിന് ദേഷ്യമായിരുന്നു. അത് അവൻ ആഗ്രഹിച്ചിരുന്നത് ക്യാഷ് അല്ലായിരുന്നു, മറിച്ച് അത് റിസ്വാന വക്കീലിനെ അവന് നിക്കാഹ് കഴിച്ച് അത് തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന ആ നിമിഷമായിരുന്നു അവൻ സ്വപ്നം കണ്ടിരുന്നത്. പറയടാ, ഇത് എവിടുന്ന് നീ മോഷ്ടിച്ചത്? നിന്നെ ഇപ്പം ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അത് ഇത്രയും സംഖ്യ ഒരിക്കലും നിനക്ക് തരാൻ കഴിയില്ല. ഇത് എവിടുന്ന് മോഷ്ടിച്ചു? നീ പറ, എനിക്കത് അറിയുക തന്നെ വേണം. ഇത് മോഷ്ടിച്ചതല്ല, എനിക്കൊരാൾ ദാനമായിട്ട് തന്നതാണ്. ദാനമായിട്ടോ? ഇത്രയും വലിയൊരു സംഖ്യ ദാനമായി തരാനുള്ള സന്മനസ്സുകളോടൊന്നും ഈ ഭൂമിയിൽ ഇന്നില്ല. മനസ്സിലായല്ലോ? നീ എന്നെ വെറുതെ പഠിപ്പിക്കണ്ട. സത്യം പറയട, നീ എവിടുന്ന് മോഷ്ടിച്ചത്? സത്യം ഇപ്പം പറയണം. അങ്ങനെ അതാ ജസീർ ഷാനുവിനെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ പിടിച്ച് ചുമരിലേക്ക് ഉന്തി അമർത്തുന്നു. പറയാനാ പറഞ്ഞത്, പറയേ, എവിടെ നിന്ന് മോഷ്ടിച്ചത്? എടാ, നിനക്ക് ക്യാഷ് മോഷ്ടിച്ച് തരാൻ കഴിഞ്ഞു എങ്കിലും നീ പെണ്ണിനെ തരൂല എന്ന് തന്നെ അല്ലേ? എന്ന് പറഞ്ഞ് ജസീറത അവനെ നല്ല രീതിയിൽ പെരുമാറുന്നു. എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ എൻ്റെ ഉമ്മയെ വീട്ടിലൊറ്റ കട്ടിക്കിട്ട് വന്നാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ സത്യസന്ധത വേണമെന്ന്. പക്ഷെ നീ എന്നെ ചതിച്ചു. നീ എവിടുന്നോ കള്ള ക്യാഷ് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലേക്ക് ഇട്ടുന്ന ഞാനങ്ങ് മയങ്ങി വിചാരിച്ചല്ല. ബാക്കി 4 ലക്ഷം എപ്പോൾ എടുക്കും അത് പറയണം. എന്ന് മാത്രമല്ല, അതാ ഈ ഒരു ക്യാഷ് കൊണ്ടുവന്നതിൻ്റെ പേരിൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും മോനെ. അതെ, അനധികൃതമായി എവിടുന്നോ ക്യാഷ് അടിച്ചു മാറ്റി കൊണ്ടുവന്നു, അത് എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കും. ഓക്കെ? അല്ലാതെ 5 പൈസയുടെ നക്കാപ്പിച്ച് വകയില്ലാത്ത നീ എങ്ങനെ ഇത് സെറ്റാക്കി? അതൊന്ന് പറ. അതേ, നീ ജസീറിനെ പഠിപ്പിക്കണ്ട. ജസീർ കുറേ ലോകം കണ്ടതാ മോനെ. ആരെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ, എൻ്റെ ഭാര്യയുടെ വരെ കാലൊടിച്ച് മൂലക്കിലാക്കിയതാണ് ഞാൻ. കേസും കൂട്ടുന്ന എങ്ങോട്ടും എത്തൂല. ജസീർ വിജയിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ജാമ്യത്തിന് ഇറങ്ങിയതാണ് അവൻ. പക്ഷെ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്കിലും അവൻ വിടാൻ അവനക്ക് പണമല്ല ആവശ്യം, അവനക്ക് ആ പെണ്ണിനെയാണ് ആവശ്യം. രക്ഷപ്പെടുത്തിയേ മതിയാവൂ. പെട്ടെന്ന് തന്നെ മറ്റൊരുത്തനുമായി നിക്കാഹ് കഴിപ്പിച്ചു വിടണം. അല്ല എങ്കിൽ അവൾ ഇനിയും വീണ്ടും ഇവിടെ പഠിക്കുവാൻ വരും. ജസീർ അവളെ ശല്യപ്പെടുത്തുവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങും, അതുറപ്പാണ്. എന്നാൽ ആ പിതാവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന് അത് കേൾക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിലും സ്വന്തം മക്കൾക്ക് കല്യാണമൊക്കെ വന്ന് അത് മുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാത്തൊരു വേദന ഉണ്ടാവുമല്ലോ. കാരണം എന്തൊക്കെ കളവുകളായിരുന്നു പറഞ്ഞൊപ്പിച്ചിരുന്നത്. അത് ശരിയാണ്, പുളിക്കൽ തറവാടാണ്. പുളിക്കൽ തറവാട്ടിലെ മകൻക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ്, വലിയ ബിസിനസ്സുകാരാണ്, പൈസക്കാരാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചെക്കനായി പോയത് ഞാനാണെന്ന് മാത്രം. അവർ ശരിക്കും അവൻ്റെ അനിയൻ്റെ പേരിലായിരുന്നു ആ ഒരു വിവാഹം പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ജസീറിൻ്റെ. അഡ്രസ്സ് കൊടുത്തതെല്ലാം അവിടുത്തത്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജസീറിൻ്റെ ഭാര്യ.
അതായിട്ടായിരുന്നു അവൻ്റെ പ്ലാനിങ്. പാവം അവരിതൊന്നും അറിയുന്നില്ല. ശരിക്കും റിസ്വാന വക്കീലിനെ ഒന്നുകൂടി വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറയണം, അന്ന് നേരിട്ട് കണ്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്താടാ ആലോചിക്കുന്നത്? അവൻ്റെ ആ ചോദ്യം കേട്ട് ഷാനു ഒന്ന് പരിങ്ങി. അത് ഞാൻ പറയടാ, എവിടെയാണ് റിസ്വാന വക്കീൽ? എനിക്ക് നേരിട്ടൊന്ന് പോയി കാണണം. അവർ അതെനിക്കറിയില്ല. അറിയാതിരിക്കില്ലല്ലോ, നീ എന്തിനാ കളവ് പറയുന്നത്? നിനക്കറിയും. ഞാൻ കണ്ടിട്ടില്ല അങ്ങോട്ട് പോയതെന്നുള്ളത്. അവർ വീട്ടിലേക്ക് ചെന്നാൽ അറിയാലോ. എന്നാൽ പെട്ടെന്ന് തന്നെ അവന് ഞെട്ടിപ്പോയി. റബ്ബേ, വീട്ടിലേക്ക് ചെന്നാൽ ഞാനും ഉമ്മയും ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അവൻ അറിയാൻ ചാൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഉമ്മയെ വരെ പുറത്തേക്കിട്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് തൽക്കാലം അവൻ സത്യം പറയുകയാണ്. റിസ്വാന വക്കീൽ വിദേശത്താണെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഓഹോ, അവൾ കടന്നു കളഞ്ഞു അല്ലേ? അവൾ കടന്നു കളഞ്ഞാളും എവിടെ പോയിട്ടും അവളെ പൊക്കാൻ ഞാൻ റെഡിയാണ്. ഓൾ എൻ്റെ ബീവിയാക്കി അങ്ങോട്ട് കൊണ്ടുവരും, ഈ നോക്കിക്കോ. അല്ലെങ്കിൽ ജസീറിൻ്റെ പേര് മാറ്റിക്കൊണ്ടി. എന്നാൽ ശരിക്കും അതവനക്ക് വല്ലാത്തൊരു സങ്കടമായിട്ട് തോന്നി. അത് അവരുടെ നിക്കാഹ് കഴിഞ്ഞ് അങ്ങനെ തോന്നുന്നുണ്ട്. ഓഹോ, കഴിയേ? അതെങ്ങനെയാടാ? അതൊന്നും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, നീ വിഷയം മാറ്റില്ലേ. അല്ല, നിനക്ക് എത്ര തന്നു അവൾ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്? അതും കൂടെ പറ, സത്യം പറടാ. ഈ ക്യാഷ് എങ്ങനെ കിട്ടി അതും കൂടെ എനിക്കറിയണം. എനിക്കറിഞ്ഞേ തീരും. ജസീർ കലിപ്പിലായിരുന്നു. എന്നാൽ 4 ലക്ഷം ബാക്കിയുണ്ട്. പിന്നെ ഇത് നീ മോഷ്ടിച്ച് കൊണ്ടുവന്നാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിൻ്റെ പേരിൽ നിനക്ക് കേസുണ്ടായിരിക്കും. ഒരൊറ്റ വാണിംഗ് കൂടി തരുന്നു, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അതെ, 4 ലക്ഷം രൂപ ഇനി എവിടുന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, റിസ്വാന വക്കീൽ അവളെ എൻ്റെ അടുത്ത് നീ എത്തിക്കണം. അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി, മനസ്സിലായല്ലോ? വേറൊന്നും എനിക്കറിയണ്ട. അവൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഷാനു ഒന്ന് പരുങ്ങുകയായിരുന്നു. റബ്ബേ, ഇത്രയധികം ക്യാഷ് അവൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടും അവൻ ഇതാണല്ലോ പറയുന്നത്. ശരിക്കും അവൻ്റെ ആ പ്രവൃത്തിയിൽ ഷാനു മനം നൊന്തു എന്ന് തന്നെ പറയാം. എല്ലാം റിസ്വാന വക്കീലിനോട് ഒരിക്കൽ കൂടി വിളിച്ച് പറയട്ടെ. ഇപ്പം നിന്നെ വിടുന്നു, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ്, മനസ്സിലായല്ലോ? എന്നാൽ ഈ സമയം അതാ നമ്മുടെ ആഷി ഉസ്താദും സഫീർ ആഷിയോട് പറയുന്നു, ആഷി, അവരങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീടൊന്നും പറഞ്ഞില്ലല്ലോ അത് ഒരു പ്രപ്പോസൽസ് അവൾക്ക് വന്ന് കിടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അറിയട്ടെ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം, നീ വിഷമിക്കണ്ട. ആഷി, സത്യം പറഞ്ഞാൽ എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിനുള്ളിലേക്ക് അങ്ങ് കടന്നുപോയി. ഇനിയിപ്പോൾ അതിൽ നിന്ന് വേർപിരിയെന്നൊക്കെ വെച്ചാൽ ഇനിയിപ്പോൾ റിസ്വാന വക്കീൽ തന്നെ നമ്മളെക്കാളും നല്ല ആളുകളൊക്കെ കാണുമ്പോൾ അത് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. നമ്മുടെ വക്കീൽ അങ്ങനെ ഇങ്ങനെയൊന്നും കളവ് പറയുകയൊന്നും ചെയ്യുന്ന ആളല്ല. അവൾക്ക് ഒരേ ഒരു തീരുമാനമുള്ളൂ ജീവിതത്തിൽ, അതിനപ്പുറത്തേക്കായിട്ട് അവൾക്കൊരു മാറ്റമില്ല. അതെ, അവൾക്ക് എന്തൊക്കെ തന്നെയായാലും ഒരിക്കൽ പോലും അവളിൽ നിന്ന് പിന്മാറില്ല, എനിക്ക് നന്നായിട്ടറിയാം. സഫീറിൻ്റെ മനസ്സിൽ അതുമാത്രമായിരുന്നു ചിന്ത. എന്നാൽ ഈ സമയം അതാ ഒരിക്കൽ കൂടി റിസ്വാന വക്കീലിനെ വിളിക്കുകയാണ് നമ്മുടെ ഷാനു. ആദ്യമൊന്ന് മെസ്സേജ് അയച്ചു വിടാം. ഹലോ റിസ്വാന വക്കീൽ, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. പിന്നെ ഫ്രീ ആവുകയാണെങ്കിൽ ഒന്ന് എന്നെ വിളിക്കണം കേട്ടോ. അങ്ങനെ അതാ റിസ്വാന വക്കീൽ ആ മെസ്സേജ് കാണുന്നു. അതെ, എന്തിനായിരിക്കും ഷാനു വിളിക്കാൻ പറഞ്ഞത്? എന്തായാലും വിളിച്ചു നോക്കാം. അങ്ങനെ അതാ ഷാനുവിനെ റിസ്വാന വക്കീൽ വിളിക്കുകയാണ്. ഷാനു എന്തായിരിക്കും ഇനി പറയുക അതിനെക്കുറിച്ച്? എല്ലാ ചതികളും എല്ലാം തുറന്ന് പറയുമോ? അതെ, ക്യാഷിൻ്റെ കാര്യവും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും തന്നതിനു വേണ്ടി പ്രേരിപ്പിച്ച കാര്യവും എല്ലാം തുറന്ന് പറയുമോ അവൻ? അതിനു വേണ്ടിയിട്ട് അവൻ്റെ മനസ്സ് തുടിക്കുകയാണ്. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ നാളെ നമ്മുടെ ഷാനു എല്ലാ കാര്യവും റിസ്വാന വക്കീലിനോട് തുറന്നു പറയുമ്പോൾ എന്തായിരിക്കും ആ വക്കീലിൻ്റെ മനോസ്ഥിതി? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.